ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉണ്ടാകുന്നൊക്കെ കരുതിയിരുന്നതാണ്. എങ്കിലും മനസ്സനുവദിക്കുന്നില്ല. എങ്കിലും എല്ലാവരും അറിയട്ടെ എന്ന് കരുതി. അത്രയ്ക്ക് മനസ്സിന് വിഷമം തോന്നിയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം. ആദ്യമായി ഞാൻ പറയാണ്, എന്നെപ്പോലുള്ള വിഡ്ഢികളായ പെണ്ണുങ്ങൾ, വിഡ്ഢികളായ ആണുങ്ങളും കാണും കേട്ടോ. പിന്നെ ഈ സമൂഹത്തിൽ കാണാതിരിക്കില്ല, തീർച്ചയായിട്ടും കാണും. കാരണം അത്ര കാണും എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഒരിക്കലെങ്കിലും കഷ്ടപ്പാടെന്തെന്ന് അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയായിരിക്കും. എൻ്റെ ജീവിതകഥ, എൻ്റെ ടെസ്റ്റ് മണി ആർക്കും ശരിക്കും അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ എൻ്റെ ജീവിതകഥ എല്ലാവരോടും പറയാമെന്ന് കരുതി. എൻ്റെ വീട്ടിൽ ഞാൻ, എൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി, ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. ഞാൻ കറുപ്പാണ്, എൻ്റെ അമ്മ കറുപ്പാണ്. അപ്പം എൻ്റെ അച്ഛനും ചേച്ചിയും വെളുപ്പാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് ഇഷ്ടം പോലെ പീഡനം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയും അനുഭവിച്ചിട്ടുണ്ട്. അവർക്കാർക്കും അത്ര പോരാ എന്നെ. അവരുടെയൊക്കെ മക്കൾ ഇച്ചിരി വെളുത്താണ്ട് ഇനിയിപ്പോൾ അവരുടെ കൂട്ടത്തിൽ കയറി മറ്റുള്ള കൊച്ചുമക്കളുടെ കൂടെ ഇരുന്ന് എൻ്റെ കറുപ്പ് അങ്ങ് ഒട്ടിപ്പോവും എന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങ് മാറി. കുറേ ഇതാണെങ്കിൽ എന്നോട് മാത്രമേ ഉള്ളായിരുന്നു ദേഷ്യം. എൻ്റെ അമ്മയോട് അങ്ങനെയല്ല. എന്നെ എടുക്കുന്ന ഇഷ്ടമല്ല, എന്നെ തൊടുന്ന ഇഷ്ടമല്ല, എന്നെ കൂടെ കൊണ്ടു നടക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് എന്തെങ്കിലും വാരിത്തരുന്ന ഇഷ്ടമല്ല. ഇങ്ങേ അറ്റത്ത് അച്ഛൻ്റെ മുന്നിൽ ഇരുന്ന് കണ്ണെതിർക്കെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന പോലും ഇഷ്ടമല്ല. ആ ചോറെടുത്ത് എറിയുമായിരുന്നു. അവൻ്റെ, അതായത് എൻ്റെ ചേച്ചി എന്ന് പറയുന്നത് സെയിം ക്യാരക്ടറാണ്. എനിക്ക് ശരിക്കും മുടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറുപ്പത്തിൽ നല്ല ഈ ചീപ്പ് കറുതൽ, ഇപ്പോൾ കൂടെ നിങ്ങൾക്ക് കാണാൻ പറയുന്നത് നല്ല ഇടതൂർന്ന മുടിയാണ്. ഇപ്പോൾ ഇച്ചിരി മുടി പൊഴിയാൻ തുടങ്ങിയിട്ടും നല്ല മുടിയുണ്ട് എനിക്ക്. അപ്പം മുടി കുറച്ച് മുറിച്ച് ഞാൻ കൊടുത്തു. അങ്ങനെ കുറച്ച് മുടിയും പോയി. അങ്ങനെ ഇതേ ഒരു ശീലമായി മാറി. എൻ്റെ ചേച്ചിയും ശരിക്കും തല്ലുമായിരുന്നു എന്നെ. പട്ടിയെ തല്ലും പോലെ തല്ലും. ആഹാരമൊന്നും കിട്ടത്തില്ല. അവൾ എന്ത് തെറ്റ് ചെയ്താലേ അച്ഛൻ എന്നെ തല്ലുള്ളായിരുന്നു. പഠിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പുസ്തകം വലിച്ച് എറിയുമായിരുന്നു. പഠിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കുട്ടിയാണ് ഞാൻ. എനിക്ക് എൻ്റെ ഡ്രസ്സുകൾ എല്ലാം നശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പീഡനം അനുഭവിച്ചാണ് ഞാൻ പിന്നെ ബോർഡിങ്ങിലൊക്കെ നിന്നാണ് പിന്നെ പഠിച്ചതും വളർന്നതും. അല്ല, എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് സ്നേഹം ഇങ്ങനെയാണ്, ഇതാണ് സ്നേഹം എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ട്. സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. സ്നേഹമാണ്. ഒരു 100 ജന്മം എടുത്താലും ഭഗവാൻ എന്നോടിപ്പോൾ വന്നിട്ട് പറയാണ്, നിനക്ക് എന്താണ് ഒരു വരം വേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൂപ്പനെ എനിക്ക് തിരിച്ചു തരാൻ പറയും. അദ്ദേഹത്തിന് എത്ര ജന്മം ജനിക്കേണ്ടി വന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കാനൊരവസരം കിട്ടണേ എന്ന് ഞാൻ പറയും. അത്രമാത്രം എന്നെ സ്നേഹിച്ച, എന്നെ കൊണ്ടുവരുന്ന എൻ്റെ അപ്പനാണ്. വേറെ ആരുടെയിൽ നിന്ന് ഞാൻ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾക്ക് പോലും എൻ്റെ പേര് പോലും അറിയില്ല ചിലർക്കൊന്നും. എല്ലാവരും എന്നെ വിളിക്കുന്ന എൻ്റെ ചേച്ചിയുടെ പേര് വെച്ചാൽ, അവളുടെ പേര് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ.
എന്നെ ഒരു ജന്മമായിട്ട് പോലും കണക്കാക്കിയിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ അശ്രദ്ധ മൂലം, അച്ഛൻ്റെ സ്വഭാവം കാരണം ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുവകകളെല്ലാം നഷ്ടമായി, എല്ലാം നശിച്ചു. ചേച്ചിയും കൂടെ ചേർന്ന്, ചേച്ചിയും അച്ഛനും കാരണം മൊത്തം പോയി, നഷ്ടമായി, ഒന്നുമില്ലാതായി. കടത്തിണ്ണയിൽ ഉറങ്ങേണ്ടി വന്നു, ആശുപത്രി വരാന്തകളിൽ ഉറങ്ങേണ്ടി വന്നു. ചെറിയ പ്രായത്തിൽ ഞാൻ കടകളിൽ നിന്ന് ബാറ്റ ഷോറൂമിൽ ഞാൻ ചെയ്യാത്ത ജോലികളിൽ വീട്ടു ജോലി ചെയ്തിട്ടുണ്ട്. ബാറ്റ ഷോറൂമിൽ ജുവലറിയിൽ ഇങ്ങേറ്റത്ത് സെയിൽസ് ഗേൾ ബാഗും തൂക്കി റോഡ് അലഞ്ഞ് വീടുകളിൽ പോയി സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. ഇഷ്ടംപോലെ തുണിക്കടയിൽ നിന്നിട്ടുണ്ട്. പിന്നെ ഈസ്റ്റേൺ കമ്പനി ഫസ്റ്റ് ചെന്നൈയിൽ വന്നപ്പോൾ ആമറിൻ്റെ ചായ, ടീ പ്രൊമോട്ട് ചെയ്തത് ഞാനാണ്. ഈസ്റ്റേൺ കമ്പനിയുടെ മസാല ഐറ്റം, അതിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയും. കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട് പോത്തീസിൽ, ശരവണ സ്റ്റോറിൽ ഒക്കെ നിന്നിട്ടുണ്ട്. പോത്തീസിൽ ചെല്ലുമ്പോൾ എനിക്കൊരിച്ചിരി സ്ഥലം, ഒരു 2 റാക്കാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇവർ മേളത്തെ ആ ഒരു തട്ടിലൊരിച്ചിരിയും പോർഷൻ, അതിനെ ഞാൻ ഫില്ല് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ശമ്പളം പോലും ശരിക്ക് അവർ തന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എൻ്റെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും കയറി കിടക്കാനൊരു കിടപ്പാടുണ്ടാക്കി പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കാശ് തന്നു. അതിൽ സ്ഥലം മേടിക്കാൻ തികയത്തില്ല. ഞാൻ എന്നിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചേർത്ത് വെച്ച ഇത് വെച്ച് ഞാനൊരു സ്ഥലം മേടിച്ചു, വീട് കെട്ടാൻ സഹായിച്ചു. വീട് കെട്ടാൻ തന്ന കാശ് ഒന്നിനുമില്ല. ചുമന്നു കൊണ്ടുവന്ന് വീട്ടിൽ കല്ലും മണ്ണും കൊണ്ടുവരാൻ പോലും തികഞ്ഞില്ല. എന്നിട്ട് ഞാനൊരു വീടൊക്കെ വെച്ച്, എന്നുവെച്ചാൽ വീടെന്നൊന്നും പറയാനില്ല, വൃത്തിയും വേറും ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ കഷ്ടപ്പാടിനിടയിൽ ഞാനോ കഷ്ടപ്പെട്ടു. 2 പിള്ളേരെ എങ്ങനെയെങ്കിലും വളർത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ മക്കളെ, അച്ഛനും അമ്മയില്ലാത്ത പിള്ളേർ, അവരുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അവരുടെ അമ്മ വേറെ കല്യാണം കഴിച്ച് പോയതോടുകൂടി തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതും കൂടെ പറയാം. പൊടിക്കുഞ്ഞായിരിക്കുമ്പം മുതൽ ഞാൻ കഷ്ടപ്പെട്ട് ഇത്രത്തോളം വളർത്തി എടുത്തു കൊണ്ടുവന്നു. എല്ലാവരും പറഞ്ഞു കൊടുത്തുന്നുണ്ട്. അതിൽ മൂത്ത മോനൊരു ആക്സിഡൻറ്റ് വന്നു. അവൻ്റെ പേരിൽ ചാരിറ്റിക്കാർക്ക് കുറേ കാശും പിരിച്ച് നാട് വിട്ട്, നമ്മളറിഞ്ഞില്ല. അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നടത്തിയിട്ടൊന്നും കാര്യമില്ല. ചാരിറ്റിക്കാർ എല്ലാവർക്കും കാശ് കൊടുത്ത് മയക്കി അതൊക്കെ അങ്ങ് മതിയാക്കും. ഇവന് ചികിത്സ കിട്ടിയോ അതുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്നൊക്കെ ഒപ്പിച്ച് പറക്കി, നാട്ടുകാരും ഇവരെല്ലാവരും ഇവൻ്റെ പേരിൽ ചാരിറ്റിക്കാർ പിരിച്ചവർക്ക് കാശ് കൊടുത്ത് ചാരിറ്റിക്കാർ നല്ല രീതിയിൽ ഓഹോന്ന് ജീവിക്കുന്നു. അവർ നാട് വിടുകയും ചെയ്തു. അങ്ങനെ കുറേ പുണ്യമുണ്ടായി. നാട്ടുകാരുടെ വായിരിക്കുന്ന നാട്ടുകാരൊന്നും ഞങ്ങളെ പറഞ്ഞില്ല, പക്ഷേ അറിഞ്ഞുവിടാത്തവരൊക്കെ അനാവശ്യം പറഞ്ഞു. പേരുദോഷം ഒരുപാട് ഇത് കേട്ട് ഞാൻ ഒരുപാട് പീഡനം, കഷ്ടപ്പാട്, ദുരിതങ്ങളൊക്കെ അനുഭവിച്ച എൻ്റെ ജീവിതം ഈ ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ചത് കാരണം താറുമാറാക്കി നാശാക്കി. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ ഒരിച്ചിരിയും സ്വർണ്ണം എൻ്റെ കുഞ്ഞിന് നൂലുകെട്ടിന് കിട്ടി എല്ലാം കൂടെ വെച്ച് ഞാനൊരു കുഞ്ഞു കട ആരംഭിച്ചു. ആ കടയിലും വലിയ കച്ചവടമൊന്നുമില്ല, എങ്കിലും വീട്ടു ചിലവ് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ കട കാലി ചെയ്യുന്ന അവസ്ഥയിലാണ് ഉള്ളത്. വലിയ കച്ചവടമൊന്നുമില്ല. എന്നിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവരും കുത്തിവെച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളോട്. അമ്മയല്ല അവൾ ഇങ്ങനെയാണ്, അവളോട് ഇത് വേണ്ട, അവരെന്ത് തെറ്റ് ചെയ്താലും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് നാട്ടുകാരുടെയും എല്ലാവരുടെയും അധ്യാപകർ, മെയിൻ അവരുടെ അധ്യാപകർ എല്ലാവരും നല്ല അധ്യാപകരാണ്. പരപ്പങ്കോട് സ്കൂളിലെ അധ്യാപകർ എല്ലാവരും പറഞ്ഞു കൊടുത്ത ആ നല്ല പാഠങ്ങൾ. കാരണം അമ്മയല്ല, ചിറ്റയല്ലേ. പക്ഷേ കഷ്ടപ്പെടാൻ നമ്മളെപ്പോലുള്ളവർ വേണം. ഒരാളെ പഠിപ്പിക്കാൻ നമ്മൾ വേണം, അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ നമ്മൾ വേണം. ഞാൻ നൊന്ത് പറ്റതല്ല, എന്നാൽ അവരുടെ ആപത്തിലും നല്ലതിനും ചീത്തയ്ക്കും എല്ലാത്തിനും നമ്മളെപ്പോലുള്ളൊരു വിഡ്ഢി വേണം.
ഒരു പട്ടിയെ പോലെ കഷ്ടപ്പെടാൻ നമ്മൾ വേണം. ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം തള്ള ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു കൊച്ചിനെ തല്ലി ചതയ്ക്കാൻ ഒരുത്തനെ കൂട്ടുപിടിച്ചിട്ട് സ്വന്തം നൊന്ത് പറ്റ കുഞ്ഞിനെ തല്ലി ചതച്ച് അതിനെ കൊല്ല ചെയ്ത് വെച്ചു. പക്ഷേ അവർക്കൊക്കെ നല്ല കാലമാണ്. പക്ഷേ ചാവാൻ പോയ എൻ്റെ തള്ളയും തന്തയും ആ കുഞ്ഞുങ്ങളെ വെറും 14 വയസ്സുള്ള ഞാൻ ചാവണ്ട, കഷ്ടപ്പെട്ടിട്ടായാലും ജീവിക്കാമെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ പഠിത്തവും കൊണ്ടുപോയി അതിനോടൊപ്പം ജോലികളും ചെയ്ത് എൻ്റെ വീടിനെ പുലർത്തി നോക്കി നടത്തി അതിനോടൊപ്പം നല്ല നല്ല ജോലിയിലേക്ക് കയറിപ്പോയി. വീട്ടിൽ കാശ് അയച്ചു കൊടുത്തു, വീടിന് വീടാക്കി കൊടുത്തു, പിന്നെ വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുത്തു. 2 പിള്ളേരെ +2 വരെ പഠിപ്പിച്ചു, എല്ലാം ചെയ്തു. ഇപ്പം ഞാൻ പട്ടിക്ക് സമമാണ്, പട്ടിക്ക് സമം. എല്ലാവരോടും പറയുന്നത് അവർക്ക് എനിക്ക് അവരെ കണ്ടുകൂടാത്രേ. അവരെന്ത് തെറ്റ് ചെയ്താലും ഇപ്പോഴും ആൺപിള്ളേരാണ്. എന്തെല്ലാം തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും അറിയാം. ഒരു ആവശ്യമില്ലാത്ത ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ഞാൻ ശാസിച്ചതിന് എന്നെ പറയാൻ മുഴുത്ത തെറിയാണ് വിളിക്കുന്നത്. പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ചത് അവർ പഠിപ്പിച്ചിട്ടിരിക്കുകയാണ്, സ്കൂളിലെ അധ്യാപകരും മറ്റുള്ളവരും ഒക്കെ. നമ്മുടേതല്ല. എല്ലാവരും പറയുമായിരുന്നു, കണ്ടവൻ്റെ പശുവിന് പുല്ല് പറിച്ച പുല്ലും കാണൂല പൂടയും കാണൂല. ഒരുപാട് വിവാഹാലോചന വന്നു, ഒരെണ്ണം പോലും വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് ഈ പിള്ളേരും മതി, എനിക്ക് കല്യാണം വേണ്ട, ജീവിക്കണ്ട, എനിക്ക് വേറെ ആരോടെയും പോണ്ട എന്ന് പറഞ്ഞ് 29ാമത്തെ വയസ്സ് തീരാറായി. ആ സമയത്താണ് ഞാൻ എൻ്റെ 29 വയസ്സ് പൂർത്തീകരിക്കുന്ന മാസം 2022 നവംബർ മാസത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. നവംബർ 8-ാം തീയതി. ഇരുപത്തിരണ്ടല്ല 21 2021 നവംബർ 8-ാം തീയതി എൻ്റെ കല്യാണം. 29 വയസ്സ് ആയപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു. അത്രയും കാലം വിവാഹവും വേണ്ട, ജീവിക്കണ്ട എന്നും പറഞ്ഞ് ഞാൻ നിന്നതാണ്. എന്നിട്ട് ഒരിക്കലും എൻ്റെ അനുഭവം വെച്ച് പറയുക, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മുടേതായി സ്നേഹിച്ച് എത്ര വളർത്തിയാലും നമുക്ക് പട്ടിയുടെ വില പോലും തരത്തില്ല. നമ്മുടെ കഷ്ടപ്പാട് ആരും കാണത്തില്ല, നമ്മുടെ വേദന ആരും കാണത്തില്ല. എല്ലാവരും പറഞ്ഞു കൊടുക്കും. എത്ര പോറ്റമ്മയാകുമ്പോൾ ഞാൻ പെറ്റമ്മയാവില്ല. എവിടെ പെറ്റമ്മ? പെറ്റമ്മയെക്കാൾ ഒരു പടി മേലെ സ്നേഹിക്കാൻ ഞങ്ങളെ കൊണ്ടാവും. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെടുന്നത് കഷ്ടപ്പാടല്ലേ, സ്നേഹിക്കുന്ന സ്നേഹമല്ലേ, ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് ത്യാഗമല്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഇതേ ഉള്ളൂ. അപ്പം ഞങ്ങളെന്ത് കഷ്ടപ്പെടുന്നത് വെറും വെള്ളത്തിൽ വരച്ച വരയാ. ഞങ്ങളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ജനങ്ങൾ. ചാരിറ്റിക്കാർ അവന് കിട്ടേണ്ട കാശ് മോട്ടിച്ചുകൊണ്ട് പോയത് കാരണത്താൽ ഒരു മനുഷ്യൻ പോലും അവൻ എന്നെ സഹായിച്ചില്ല. അതുകൊണ്ട്
അവന് ബുദ്ധി തെളിയേണ്ട സമയം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് അവന് ബുദ്ധി തെളിയേണ്ട സമയം കഴിഞ്ഞു. 40% ബുദ്ധി. ചികിത്സിക്കാൻ വഴിയില്ല. ഇപ്പം വയ്യെങ്കിലും ഉള്ള ഓർമ്മ വെച്ച് ലോട്ടറി വിറ്റ് ജീവിക്കുന്നു. അവരായിട്ട് ഇനി ഒരു ഇതും വേണ്ട എന്നും പറഞ്ഞ് വിട്ടത് കാരണത്താൽ പിള്ളേർ ഒരുത്തൻ്റെ പഠിത്തം +2 വരെ, ഇപ്പം +2 എഴുതിയിട്ട് നിൽക്കുന്നു. ഇതാണ് ഈ കാലം. നമ്മുടേതല്ല. എൻ്റെ അനുഭവം പറയാണ്. ഇനി സമൂഹം എന്ത് വേണമെങ്കിലും നമ്മളെ പറഞ്ഞോട്ടെ, സമൂഹം എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മുടേതല്ലാത്തതിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുങ്ങൾ നോക്കാൻ അനാഥശാലകളുണ്ട്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കൂടെ പറഞ്ഞതിൻ്റെ ആണെങ്കിൽ പോലും വളർത്തിക്കഴിഞ്ഞാൽ അത് ഇച്ചിരി തല പൊന്തി കഴിയുമ്പോൾ പട്ടിയുടെ അവസ്ഥയാണ്, പട്ടിയുടെ അവസ്ഥ. ഇപ്പോൾ ഞാൻ അധ്വാനിച്ച കാശ് ഞാൻ തമിഴ്നാട്ടിൽ കിടന്ന് 10, 11, 12 വർഷം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് 1 രൂപ എനിക്കില്ല. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കെട്ടിയിട്ട വീട്ടിൽ കിടക്കാൻ പോലും നിവൃത്തിയില്ല. കയറി ചെന്ന വീടോ, ആ വീട്ടിലും ഒരു ദിവസം പോലും സമാധാനത്തിൽ അന്തി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി തൊലഞ്ഞാണ്. ഒരു പൊടിക്കുഞ്ഞായതുകൊണ്ട് അതിനെ കാണുമ്പോൾ ചാവാനും തോന്നുന്നില്ല. ബാ, ഇതാ എൻ്റെ മോന്. ഇവനെ എന്നെ ഇപ്പം പിടിച്ചു നിർത്തുന്നത്. ഇവനും കൂടി ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും എന്നേ ഞാൻ ഇല്ല കരയുന്നില്ല, കരയത്തില്ല. ഇല്ല ഇല്ല ഇത് നിങ്ങളെങ്കിലും അറിയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. അപ്പം ശരി.